എതിരാളി ശക്തനാണ്, സമ്പന്നനാണ്, സ്വാധീനമുള്ളവനാണ്. നമുക്ക് നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി മെയിലായിട്ട് അയക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പുറത്തു വിട്ടത്. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടത്? 21 പേർ കൂറുമാറുക എന്നുള്ളത് മാത്രമല്ല, പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ആ മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഏതോ ഒരു ഓഫീസർ ഇരുന്ന് ചാനൽ പറയുന്നുണ്ട് അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. ഇതെല്ലാം കോടതിക്കുള്ളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇനി നമ്മൾ അടുത്ത അപ്പീലിന് പോകുമ്പോഴാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ ഏറ്റവും വലിയ സങ്കടം, ഇവർ ആരും തന്നെ, അമ്മ എന്ന സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഫെഫ്കയാവട്ടെ, നിർമ്മാതാക്കളുടെ ഇവരാരും അവളെ ഒന്ന് അന്വേഷിച്ചു പോവുകയോ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്നൊരു വാക്ക് അവളോട് പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ഒരു മോളെ ഞങ്ങളുണ്ട് നിന്നോടൊപ്പം എന്ന് സ്ത്രീകൾ പോലും അവളോടൊപ്പം നിന്നില്ല എന്നുള്ളത് എന്റെ ഒരു വലിയ പ്രതിഷേധമാണ്.